ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു ഒക്ടോബർ മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഹൗസ് യുവർ ഒക്ടോബർ മന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിൽ നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, മാരേജ്, അതുപോലെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, എന്തൊക്കെ ചാലഞ്ചസ് ആണ്, അതല്ലെങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, പൊതുവെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് യൂണിവേഴ്സൽ ഗൈഡൻസ്, ഇതെല്ലാം നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജെൻറൽലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ ആയിട്ടുള്ള എനർജികൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് കളക്റ്റീവ് എനർജീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് എന്താണോ അത് എടുക്കുക. ഓക്കെ, യെസ്, ഇത് കാർഡ് നമ്പർ 1 റിഫ്ലക്ഷൻ. നമ്പർ 4 ഈ ഒരു കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1. ആൻഡ് കാർഡ് നമ്പർ 2 ഇന്നസെൻസ് ആണ്, നമ്പർ 43. ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2. സോ യെസ്, ഇൻറ്റ്യൂട്ടീവ്ലി ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ സെലക്ഷൻസ് നടത്തിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 1 റിഫ്ലക്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഒക്ടോബർ മന്ത് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ഓരോ സെക്ഷൻസ് ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ കരിയർ, ഓക്കെ, ആൻഡ് ദെൻ യുവർ റിലേഷൻഷിപ്സ്, മാരീഡ് ആയിട്ടുള്ളവർക്ക് മാരേജ്, ദെൻ യുവർ ഹെൽത്ത്, ആൻഡ് ദെൻ യുവർ ഫിനാൻസ്. ബോട്ടം എനർജി ടവറാണ് വന്നിരിക്കുന്നത്. സോ ഇതൊരു സിഗ്നിഫിക്കൻറ്റ് മന്ത് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ കരിയർ, പേജ് ഓഫ് സ്വോർഡ്സ്. ഓക്കെ, കരിയറിനെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു പദ്ധതി ഇടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ, ജോബ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ജോബ് ലഭിക്കാത്തവർക്ക് ഒരു പുതിയ ജോബ് ലഭിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്കൊരു പുതിയ ഐഡിയ വന്നിട്ടുണ്ടാവാം, ഒരു കൊലാബറേഷൻ, ഇനി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ജോബിൽ തന്നെ നിങ്ങൾക്കൊരു പ്രൊമോഷൻ, അതല്ലെങ്കിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് നിങ്ങൾക്കുണ്ടായി. സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ ഇസ് പ്രോഗ്രസിങ് ദിസ് മന്ത്. അവിടെ നല്ലൊരു എനർജിയാണ്, വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട്, നല്ല ചുറുചുറുക്കോട് കൂടിയിട്ട്, ഒരു മടുപ്പില്ലാതെ നിങ്ങൾക്ക് എന്നും പുതിയ കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ്, വിച്ച് ഈസ് റിയലി ഗുഡ്. നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഈ മന്ത് എങ്ങനെയാണെന്ന് നോക്കാം. വാവ്, വിഷ് ഫുൾഫിൽമെൻറ്റ് പോലെയാണ് വരുന്നത്. ഓൾറെഡി റിലേഷൻഷിപ്സിൽ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ലൊരു എനർജിയിൽ ആയിരിക്കും ഉണ്ടാവുക. ഫൈറ്റ്സൊക്കെ വളരെ കുറവായിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി റിലേഷൻഷിപ്സ് നോക്കുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഇതിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. റീയൂണിയൻസ് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുമുള്ള ഒരു ടൈം പീരീഡാണ്. ഓവറോൾ വളരെ എംപത്തറ്റിക് ആയിരിക്കും, വളരെ ഹാപ്പി ബ്ലിസ്ഫുൾ ഒരു എനർജിയാണ് റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്നിടത്തോളം ഉള്ളത്. മാരീഡ് ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പ്, നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ഇത് നിങ്ങൾ ചിലപ്പോൾ സ്റ്റക്കാക്കുമെങ്കിൽ പോലും നിങ്ങൾക്കത് ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മനോബലം ഉണ്ടാവുന്നുണ്ട്. ക്ഷമ, പേഷ്യൻസ്, ഡിറ്റർമിനേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഇത് അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മന്ത് ആയിരിക്കില്ല മാരീഡ് ആയിട്ടുള്ളവർക്ക്. വളരെയധികം ക്ലാഷസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പക്ഷേ അതിന് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു വഴക്കിലേക്ക്, ഒരു ഈഗോ ക്ലാഷിലേക്കൊക്കെ കൊണ്ടുപോകണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറും നിങ്ങളായിരിക്കും. സോ അത് എങ്ങനെയാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഹെൽത്ത്, ഓക്കെ,
ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഇവിടെ വളരെ ആവശ്യമാണ്. ഒരു ഡയറ്റൊക്കെ നിങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചീറ്റ് ഡേയ്സ് വളരെ കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ആരോഗ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ലേസി ആയിട്ടുള്ള റുട്ടീൻസ് കൊടുത്തിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അതർവൈസ് ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. വളരെ സ്മാർട്ട് ഡയറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഈ ഒരു മന്ത് നിങ്ങളുടെ വർക്കൗട്ട്സിനെല്ലാം വളരെയധികം റിസൾട്ട് ഉണ്ടാകുന്നൊരു പീരീഡ് ആയിരിക്കും. ആൻഡ് യുവർ ഫിനാൻസ്, നൈറ്റ് ഓഫ് കപ്സ്. വാവ്, നോട്ട് ബാഡ്. ഫിനാൻസിൽ നിങ്ങൾക്ക് കൊളാബറേഷൻ ഓഫേഴ്സ് വരാനുള്ള സാധ്യത, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫേഴ്സ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഓവറോൾ ഈ ഒരു മാസത്തെ ഫിനാൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഇൻകം വിൽ ബി റിയലി ഗുഡ്. അതേസമയം എക്സ്പെൻസ് എത്രത്തോളം നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇൻകം ഉള്ള അത്രയും തന്നെ ഒരു എക്സ്പെൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫിക്സ്ഡ് എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത് ആയിരിക്കില്ല കൂടുതലായിട്ടും. പക്ഷേ ദ ഗുഡ് പാർട്ട് ഇസ് ദാറ്റ് നിങ്ങൾക്ക് എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടായാലും അതിനെക്കാട്ടിലും അല്ലെങ്കിൽ അതിന് ഈക്വിവാലൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും. സോ യു വിൽ നെവർ ഫീൽ ഷോർട്ട് ഓഫ് ക്യാഷ്. Okay, what can you expect more in this month? ഫെയിലിയർ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഫെയിലിയർ ഈസ് അനദർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് റീഡിങ്സിലൊക്കെ, നമ്മൾ എഡിസൺ അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കാനായിട്ടൊരു വർക്കിംഗ് മോഡൽ ഓഫ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ 2774 ടൈംസാണ് ഫെയിലായിട്ടുള്ളത്. ഓരോ തവണ ഫെയിലാവുമ്പോഴും അടുത്ത തവണ ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതെ സക്സസിനോട് കൂടുതൽ അടുക്കുക ചെയ്തത്. ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരുപാട് ലെസൺസ് പഠിക്കാനുള്ള ഒരു മന്ത് കൂടെ ആയിരിക്കും. ആൻഡ് ഡെത്ത് കാർഡ്, ഐ എം ലേണിംഗ് ദാറ്റ് എൻഡിങ്സ് ആർ മെയർലി ബിഗിനിങ്സ്. യെസ്. സോ ഇതിൽ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ടോക്സിക് ആയിട്ടുള്ള എൻവയൺമെൻറ്റ്, നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് എൻഡ് ആവുന്നത്. ആൻഡ് ഇറ്റ്സ് എ ന്യൂ ബർത്ത് ആൻഡ് ഇറ്റ്സ് മോർ ലൈക്ക് എ റീബർത്ത്. അതായത് ഒരു പുനർജന്മം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ടാറോ കാർഡ്സിൽ നമുക്ക് ഓൾറെഡി ബോട്ടം എനർജി വന്നിരുന്നത് ടവർ മൊമെൻ്റ് ആണ്. സോ ഇത്രയും കാലം നിങ്ങൾക്ക് കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യക്തികളോ അങ്ങനെയുള്ള എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ, ബട്ട് ആക്ച്വലി വിച്ച് വാസ് ടോക്സിക് അല്ലെങ്കിൽ കാർമിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ പ്രോഗ്രസ്സിനെ അത് സ്നേഹം കൊണ്ടോ കരുതലും കൊണ്ടോ ദേഷ്യം കൊണ്ടോ അസൂയ കൊണ്ടോ എന്ത് വികാരം കൊണ്ടാണെങ്കിലും തടസ്സപ്പെടുത്തുന്ന വ്യക്തികളുണ്ടെങ്കിൽ ദേ ആർ ആക്ച്വലി കാർമിക് ടു യു. നിങ്ങൾക്ക് അവർ കാർമികാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു സാധ്യതയും നിങ്ങൾക്ക് കൂടുതലാണ്. വൺ മോർ കാർഡ്, ഇമാജിനേഷൻ. നമ്മൾ ഓൾറെഡി ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്യുന്നു, ജോബ് വൈസ് ആണെങ്കിലും നിങ്ങൾക്ക് പുതിയ എന്തോ കാര്യം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ ആക്ച്വലി. യൂസ് യുവർ ക്രിയേറ്റിവിറ്റി, യൂസ് യുവർ ഇമാജിനേഷൻ. ഇതിന് ആക്ച്വലി നിങ്ങളുടെ ഫെയിലിയേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ഇമാജിനേഷൻ വളരെ വൈഡർ ആക്കാൻ. വാട്ട് ഈസ് യുവർ സക്സസ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഇമാജിൻ ചെയ്യുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക എക്സാക്ട്ലി വാട്ട് എന്നുള്ളത്. ആൻഡ് റിയാലിറ്റി ആക്കാൻ നിങ്ങൾക്കത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഈ ഒരു മന്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എന്താ ചെയ്യേണ്ടത്? ഏറിസ് ആക്ട്. മടി പിടിച്ചിരിക്കാനുള്ളൊരു മാസമല്ല. എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ജോലി തുടർന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിർത്തിവെക്കാതിരിക്കുക.
ഒരു ഡ്രൈവ് ഉണ്ടാകുന്നുണ്ട്, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാകുന്നുണ്ട്. യു ആർ ആക്ച്വലി സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ എന്നുള്ളത് വളരെ കറക്റ്റാണ്. സോ അതിൽ തന്നെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. യെസ്, ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് റിഫ്ലക്ഷൻ. സോ ഈ ഒരു മാസം വളരെയധികം ആക്റ്റീവ് ആകുന്നൊരു മാസമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയം, ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ പറ്റുന്ന, അതായത് ജീവിതത്തിനെ ഇതുവരെ വളരെ ലൈറ്റായിട്ടാണ് കണ്ടിരിക്കുന്നത് എങ്കിൽ ഒന്ന് മെച്യൂറായിട്ട് ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ പറ്റുന്നൊരു സമയമാണ് ആക്ച്വലി വാട്ട് ഐ ഷുഡ് ഡൂ വിത്ത് മൈ ലൈഫ് എന്നുള്ളത്. സെൽഫ് അവെയർനെസ്, അതുപോലെ ഒബ്സർവേഷൻ വളരെ ആവശ്യമാണ്. നിങ്ങളെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഒബ്സർവ് ചെയ്യേണ്ടത്. വാട്ട് ആർ യുവർ സ്ട്രോങ് പോയിൻറ്റ്സ്, വാട്ട് ആർ യുവർ ലൈക്സ്, വാട്ട് ആർ യുവർ ഡിസ്ലൈക്സ്, വാട്ട് ആർ യുവർ വീക്ക് പോയിൻറ്റ്സ്, വാട്ട് ആർ യുവർ പാഷൻ, ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം സ്പിരിച്വലി നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോൾ ഇസ് ആക്ച്വലി ട്രസ്റ്റിംഗ് യു ആൻഡ് ഇസ് റെഡി ടു ഷോ യു ദ സോൾ പർപ്പസ് അല്ലെങ്കിൽ ദ ലൈഫ് പർപ്പസ് ഇൻ ദിസ് ലൈഫ് ടൈം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത ഒരു കാര്യങ്ങളെയും നിങ്ങളിപ്പോൾ കൺട്രോൾ ചെയ്യാൻ നിൽക്കണ്ട. ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് ആക്ച്വലി. നിങ്ങളുടെ വർത്ത് തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് കൊടുക്കുക. ആൻഡ് റെസ്റ്റ് ഡസൻ മാറ്റർ എന്നുള്ളൊരു മെച്യൂറായിട്ടുള്ള ഒരു ഇമോഷണൽ തിങ്കിങ്ങിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വളരെ വൈസായിട്ടുള്ള ഒരു സോളാണുള്ളത്. അതിനെ ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് യുവർ സോൾ മോർ ദാൻ യു ട്രസ്റ്റ് എനിത്തിങ് എൽസ് ഔട്ട്സൈഡ് എന്നുള്ളൊരു മെസ്സേജാണ്. ആൻഡ് യൂണിവേഴ്സ് ഇസ് ആക്ച്വലി റെഡി ടു റിവീൽ യു എ ലോട്ട് ഓഫ് സീക്രറ്റ്സ് ഇൻ യുവർ ലൈഫ്. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്കുള്ളൊരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 ഇന്നസെൻസ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 ഇന്നസെൻസ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഒക്ടോബർ മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ക്യാൻ യു എക്സ്പെക്റ്റ് ഇൻ ദിസ് മന്ത് എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെക്ഷൻസ് ആയിട്ട് തന്നെ നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ക്യാൻ യു എക്സ്പെക്റ്റ് ഇൻ ദിസ് മന്ത്? This is for your career. Relationship, marriage, health and your finance. Okay. Bottom energy, wheel of fortune aanu. Wow, luck is favoring you this month. And let's see your career. ഓ വാവ്, ദ എംപറർ ആണ് വന്നിരിക്കുന്നത്. വാവ്, നിങ്ങളുടെ കരിയർ ഈ ഒരു സമയം സ്റ്റേബിൾ ആവുന്നതാണ്, വളരെ സ്ട്രോങ്ങർ ആവുന്നതാണ്. നിങ്ങളുടെ വർക്കിനോട് നിങ്ങൾക്കൊരു പ്രത്യേക തരം കമ്മിറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നതാണ്, റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യുന്നതാണ്. യു വിൽ ബി എക്സലിങ് ഇൻ യുവർ കരിയർ. എസ്പെഷ്യലി ദിസ് എനർജീസ് ഓഫ് എ ഗ്രേറ്റ് ലീഡർ. സോ നിങ്ങൾക്ക് ഈ ഒരു മാസം ഒരുപാട് കാര്യങ്ങൾ ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നതാണ്. ഓൾസോ ഈ എംപറർ എനർജി ഈസ് എ മെയിൽ പ്രൊട്ടക്ടർ, ബിസിനസ് പേഴ്സൺ ആൻഡ് ഓൺട്രപ്രനർ ഹൂ ക്യാൻ ആക്ച്വലി ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഹോൾ ബിസിനസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ഹിസ് പീപ്പിൾ, ഹിസ് കമ്മ്യൂണിറ്റി. അങ്ങനെ ഒരു സ്ട്രോങ് എനർജിയാണ്. സോ ഇത് വളരെയധികം കമ്മിറ്റ്മെൻറ്റിൻ്റെയും പവർ ആൻഡ് അതോറിറ്റി, പ്രൊട്ടക്ഷൻ, അതിൻ്റെയൊക്കെ ഒരു എനർജിയാണ്. സോ യു ആർ ആക്ച്വലി ഗെറ്റിംഗ് ഇൻ ടു എ ഹയർ പൊസിഷൻ. ഇപ്പോൾ ഉള്ളതിലും ഒരു അതോറിറ്റേറ്റീവ് പൊസിഷനിൽ എത്തുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഒരു ഭാവം നിങ്ങളിൽ ഉണ്ടാവാനുള്ള
സാധ്യത. അതായത് ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളെ തേടി വരുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു തോട്ട്, ഒരു വിചാരം നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് വിൽ ആക്ച്വലി പുട്ട് യു ഡൗൺ സോ ദാറ്റ് യു വിൽ ലേൺ ദ ലെസൺ ദാറ്റ് അതിലല്ല കാര്യം, ദാറ്റ് ഹൗ യു ഷോ ദ വേൾഡ് ദാറ്റ് യു ആർ എന്നുള്ളതിലല്ല കാര്യം. ഹൗ യു ഡു യുവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ എ വെരി കമ്മിറ്റഡ്, റെസ്പോൺസിബിൾ ആൻഡ് സാറ്റിസ്ഫൈങ് മാനർ എന്നുള്ളതാണ് ദാറ്റ് റിയൽ കോർ എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, ആൻഡ് യുവർ റിലേഷൻഷിപ്സ് ദിസ് മന്ത്. ഓക്കെ, ഈ റിലേഷൻഷിപ്സിൽ കൺഫ്യൂഷൻസ്, ക്ലാരിറ്റി കുറവ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം നൽകുന്നതാണ്. ഇപ്പം നിങ്ങളുടെ പരസ്പരമുള്ള ഇഷ്ടം നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ റിവീൽ ചെയ്യുന്നൊരു സമയം. ഇനി ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്സിലാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഷീ തിങ്കിങ് അബൌട്ട് മീ, വാട്ട് ഇസ് ഹീ തിങ്കിങ് അബൌട്ട് മീ, എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേർക്ക് എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും സംശയങ്ങളാണ്. സോ അതിനൊക്കെ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ലഭിക്കുന്നതാണ്, ഒരു ആൻസർ റിവീലായി വരുന്നതാണ്. ആൻഡ് യു ആർ ലേണിംഗ് മോർ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യു ആർ ലേണിംഗ് മോർ അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് വിച്ച് ഇൻ ടേൺ ഹെൽപ്പ് യു ടു ബിൽഡ് എ സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പാറ്റേൺ പോലെ ഇത് റിപ്പീറ്റ് ആവുന്നതെന്ന് മനസ്സിലാക്കി റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, ഒരു വെളിച്ചം റിലേഷൻഷിപ്പിൽ വീഴുന്നൊരു സമയം. ആൻഡ് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. വളരെ സാറ്റിസ്ഫൈങ് ആയിരിക്കും, വളരെ ഹാപ്പി ആയിട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റും. ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെലിബ്രേഷൻ, ട്രാവൽ. ആൻഡ് അബൌട്ട് യുവർ ഹെൽത്ത്. ഓക്കെ, വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഹെൽത്ത് കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമായിരിക്കും. സെൽഫ് കെയർ, സ്കിൻ കെയർ മേ ബി, അല്ലെങ്കിൽ വർക്കൗട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ന്യൂ ഡയറ്റ് പ്ലാൻ, സംതിങ് ന്യൂ. യു ആർ ആക്ച്വലി ഗെറ്റിംഗ് മോർ ഇൻവോൾവ്ഡ് ഇൻ യുവർ ഹെൽത്ത് കെയർ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെൽത്ത് വളരെയധികം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. യു ഫീൽ റിയലി കോൺഫിഡൻറ്റ് ആൻഡ് എൻതൂസിയാസ്റ്റിക് ആൻഡ് ഡിറ്റർമിൻഡ്. വളരെയധികം ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഒരു യങ് ആയിട്ടുള്ളൊരു ഫീലൊക്കെ നിങ്ങൾക്ക് വരുന്നൊരു മന്തായിരിക്കും. ആൻഡ് യുവർ ഫിനാൻസ്, സ്മൂത്ത് ഫിനാൻസ് ആയിരിക്കും. അധികം സ്ട്രഗിൾസ് ഒന്നും ഉണ്ടാവില്ല. യു വിൽ ഗെറ്റ് ആക്ച്വലി ഹെൽപ്പ് വെൻ എവർ യു ഫീൽ ലൈക്ക്. നിങ്ങൾ ഒരാളോട് ഹെൽപ്പ് ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം യൂണിവേഴ്സായിട്ട് ഹെൽപ്പ് നിങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്നതായിരിക്കും. വിച്ച് മീൻസ് ഈ ഒരു മന്ത് നിങ്ങൾക്ക് ലക്ക് ഈസ് ആക്ച്വലി ഫേവറിങ് യു. അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ബിക്കോസ് വെരി പോസിറ്റീവ് ഓൾ എനർജീസ് ആർ. കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പീസ്. ഓക്കെ, സമാധാനത്തിൻ്റെ വാല്യൂ അറിയുന്നൊരു സമയം. ഇത്രയും കാലമൊക്കെ സമാധാനമുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ആക്ച്വൽ പീസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ അൺടിൽ ആൻഡ് അൺലെസ് യു എക്സ്പീരിയൻസ് സംതിങ് യു റിയലി വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഡെഫിനിഷൻ ഓഫ് ഇറ്റ് എന്ന് പറയുന്ന പോലെ ഈ ഒരു മാസം നിങ്ങൾക്ക് റിയൽ പീസ് എന്താണെന്ന് മനസ്സിലാവുന്ന സാഹചര്യം നിങ്ങളിൽ വരുന്നതാണ്. ഇൻഡിസിഷൻ. ഓക്കെ, യൂസ് യുവർ ഇൻറ്റ്യൂഷൻ ടു മേക്ക് സം ഡിസിഷൻസ് ഇൻ യുവർ ലൈഫ്. ഈ ഒരു മാസം നിങ്ങൾക്ക് പല രീതിയിലും ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും എന്ന് പറയുമ്പോൾ യു നീഡ് കോൺഫിഡൻസ്. യു ഹാവ് ടു ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്കാണ് എപ്പോഴും അവൻ്റെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ തോന്നുക. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ വരണം എന്നുണ്ടെങ്കിൽ ഇവൻച്വലി യു ഷുഡ് ബി എ ഹീൽഡ് പേഴ്സൺ. ഡൗട്ട്, യെസ്, ഡൗട്ട്സ് റിലീസ് ചെയ്യാനുള്ളൊരു സമയം. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ഹെർമിറ്റ് കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്, പല കാര്യങ്ങളെക്കുറിച്ചും, ബേസിക്കലി ഇമോഷൻസിനെ കുറിച്ച്, ഇൻറ്റഗ്രിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഉൾബോധം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പല സംശയങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നത് വാസ് യുവർ പെർസെപ്ഷൻ എന്നുള്ളത് തിരിച്ചറിയുന്നൊരു സമയമാണ്. ദാറ്റ് വിൽ ആക്ച്വലി ഗിവ് യു ആൻ ഇമോഷണൽ ബാലൻസ് എന്ന് തന്നെ പറയാം. ആൻഡ് ഈ ഒരു മാസം നിങ്ങൾ കൂടുതലായിട്ട്
ശ്രദ്ധിക്കേണ്ട പ്രിക്കോഷൻ എടുക്കേണ്ടത് എന്തൊക്കെയാണ്, വാട്ട് യു ഷുഡ് ആക്ച്വലി ഡൂ എന്നുള്ളത് നോക്കാം. ടു മേക്ക് ദിസ് മന്ത് മോർ എഫക്റ്റീവ് എഫിഷ്യൻറ്റ് മന്ത്, ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും കരിയർ പ്രോഗ്രസ്സും ഫിനാൻഷ്യൽ അബണ്ടൻസും ഒക്കെ ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടു തിങ്ക് പലാസ് അഥീന ആണ് വന്നിരിക്കുന്നത്. നമ്മൾ കരിയർ വൈസ് നോക്കിയ സമയത്ത് എംപറർ വന്നിരുന്നു. സോ യു ആർ എക്സലിങ് ഇൻ യുവർ കരിയർ എന്ന് നമ്മൾ പറഞ്ഞു. അതിനോട് നമുക്ക് ചേർത്ത് വെച്ച് പറയാവുന്നതാണ്, ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. യൂസ് യുവർ ഇൻ്റലക്റ്റ് ആൻഡ് ബി കോൺഫിഡൻറ്റ് ടു എക്സ്പ്രസ് ഇറ്റ്. ലൈക്ക് നിങ്ങളൊരു പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഐഡിയ കൊടുക്കുന്ന സമയത്ത്, ഒരു ഇഷ്യൂസ് പോപ്പപ്പ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടേതായ സൊല്യൂഷൻ കൊടുക്കുന്ന സമയത്തെല്ലാം ബി കോൺഫിഡൻറ്റ് വിത്ത് യുവർ ഷെയർ ഓഫ് ഒപ്പീനിയൻ. ആൻഡ് ബുധൻ്റെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അതായത് ഇൻ്റലക്ച്വലി തിങ്ക് ചെയ്യുക, സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്, ഇത് തിരിച്ചറിഞ്ഞ് അതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് എംപവർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു മേക്ക് ഗുഡ് ഡിസിഷൻസ് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ട്രെയിൻഡ് ആയിട്ടുള്ള നോളജ്, നിങ്ങളുടെ സ്കിൽ സെറ്റ്, ഇതൊക്കെ യൂസ് ചെയ്യുക. ഇതെല്ലാം വെറുതെ വെച്ച് പൊടി പിടിപ്പിച്ച് കളയാതിരിക്കുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ആൻഡ് നിങ്ങളത് ഒരിക്കലും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ പുറത്ത് കൊടുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, വൈ ഡോണ്ട് യു ആക്ച്വലി ട്രൈ ടു ഡൂ ദറ്റ് യുവർ സെൽഫ് ആൻഡ് ഇംപ്രൂവ് യുവർ സ്കിൽ. അതിന് കോൺഫിഡൻസ് വേണം, പേഷ്യൻസ് വേണം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. ഇതുപോലെ പല കാര്യത്തിലും, ദിസ് ഇസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളിൽ അറിയാം. നാച്ചുറൽ എബിലിറ്റിയും ഉണ്ട്, ട്രെയിൻഡ് ആയിട്ടുള്ളതും ഉണ്ട്. വെൻ ബോത്ത് ഓഫ് ദിസ് കമ്പൈൻസ് ടുഗെദർ യു ക്യാൻ മേക്ക് എ പവർഫുൾ ഇമ്പാക്റ്റ് എന്നുള്ള ഒരു മെസ്സേജാണ്. ഓൾസോ ഇതിൽ ഹൃദയം പറയുന്ന ഒരു മെസ്സേജ് കേൾക്കാതെ പോകരുത് എന്നുള്ളതും കൂടെ ഉണ്ട്. അതായത് ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ ഫെമിനൈൻ പവർ. ഇമോഷണൽ സൈഡാണ് എപ്പോഴും ഫെമിനൈൻ പവർ എന്ന് പറയുന്നത്. സോ ആ ഒരു ഫെമിനൈൻ പവറിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അതായത് വെൻ ദ എംപറർ കാർഡ് ഹാസ് കം ആൻഡ് വെൻ യു ടോക്കിംഗ് അബൌട്ട് ഇൻ്റലക്റ്റ്, കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു മെസ്കുലൈൻ എനർജി, അനലിറ്റിക്കൽ തിങ്കിങ്ങിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ്, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, ട്രസ്റ്റ് യുവർ ഇമോഷണൽ പവർ, ട്രസ്റ്റ് യുവർ ഹാർട്ട്. അതുകൂടെ എടുത്തു പറയേണ്ടതാണ്. ആൻഡ് ദ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ഇസ് ഇന്നസെൻസ്. ഓക്കെ, ഇത് ഫ്രീഡം ഫ്രം യുവർ ഫിയേഴ്സ്, നിങ്ങളുടെ പേടികൾ, അതിൽ നിന്നൊക്കെ ഉള്ള ഒരു മുക്തി, ഒരു മോചനം അത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഒബ്സഷൻസ്, വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളോടുണ്ടെങ്കിൽ, വ്യക്തികളോടോ വസ്തുക്കളോടോ സാഹചര്യങ്ങളോടോ ഒക്കെ ഉണ്ടെങ്കിൽ, അതിനൊക്കെ ഓവർകം ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നതാണ്. നിങ്ങളുടെ തോട്ട്സിന് മുകളിൽ നിങ്ങൾക്കൊരു കൺട്രോൾ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നൊരു സമയം, അതല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. അതിൽ കൂടെ യു ഹാവ് ടു ആക്ച്വലി ഹെൽപ്പ് യുവർ സോൾ, അതർവൈസ് യു ആർ ഹാർമിങ് യുവർ സോൾ. സോ നിങ്ങളുടെ ഡിസിഷൻസിന് നിങ്ങൾ തന്നെ അക്കൗണ്ടബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. യു ഷുഡ് ബി വെരി റെസ്പോൺസിബിൾ ഇൻ യുവർ ലൈഫ് ദിസ് ടൈം. എംപറർ കാർഡ് ഷോസ് ദാറ്റ് നിങ്ങൾ വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾക്ക് വേണ്ട ഡിസിഷൻസ് എന്താണെന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ട് ഡിസിഷൻ മേക്കിങ്സ് എല്ലാം എടുക്കുക ഈ ഒരു മന്ത് എന്നുള്ളതാണ്. അതായത് വെറുതെ ഒരു ഒഴുക്കിനനുസരിച്ച് പോകാൻ ആക്ച്വലി വളരെ ഈസിയാണ്, എന്നാൽ ഒഴുക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് നീന്താനാണ് ബുദ്ധിമുട്ടുള്ളത്. നിങ്ങളോട് ഇവിടെ പറയുന്നത്, നമ്മളങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സർക്കംസ്റ്റാൻസസിൽ വെറുതെ ഒഴുകി പോകാനുള്ള വ്യക്തിയല്ല. നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് തുഴയണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, ഈവൻ ദോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഓക്കെ, സോ യെസ്, ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അവരുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ്
സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സസ് ആണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.